30 വികസന പദ്ധതികളുമായി കോതമംഗലത്ത് ഷിബു തെക്കുംപുറം എംഎൽഎയുടെ 100 ദിന കർമ്മ പരിപാടി ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ ഉദ്ഘാടനം മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസിലെ നിർദ്ദിഷ്ട എംഎൽഎ ഓഫീസിൽ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫാണ് നിർവഹിച്ചത്. കോതമംഗലം നിയോജകമണ്ഡലം ഒരു പുതുയുഗ പിറവിയുടെ പടിവാതിൽക്കലാണെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോതമംഗലം നിയോജകമണ്ഡലം ഒരു പുതുയുഗ പിറവിയുടെ മടിത്തട്ടിലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷം. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ പുതിയ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രതീക്ഷയായ ശ്രീ VD സതീശൻ കേരള ജനതയോട് പറഞ്ഞത് കേരളത്തെ ഒരു പുതുയുഗ പിറവിയിലേക്ക് നയിക്കുവാൻ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമായി 100 ദിന കർമ്മ പരിപാടി ആദ്യം പ്രഖ്യാപിക്കുന്നുള്ളതാണ്. 100 ദിന കർമ്മ പരിപാടി സംസ്ഥാനത്തെ ഒരു നിയോജക മണ്ഡലത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് കോതമംഗലത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാനിഫെസ്റ്റോയിൽ പരാമർശിച്ച അതിവേഗ പരിഹാരം ആവശ്യമുള്ള 30 വികസന പദ്ധതികളാണ് 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലും ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ച് ജനകീയ പ്രശ്നങ്ങൾക്ക് സമയബന്ധിത പരിഹാരം ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഷിബു തെക്കുംപുറം MLA പറഞ്ഞു. ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന തങ്കളം കോഴിപ്പള്ളി ബൈപ്പാസ്, ചേലാട് സ്റ്റേഡിയം, കുടമുണ്ട പാലം, ഭൂതാൻകെട്ട് ജലവൈദ്യുത പദ്ധതി, ടൗൺഹാൾ നിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന നൽകും. കോതമംഗലം ടൂറിസം സർക്യൂട്ട്, മൺസൂൺ ഫെസ്റ്റിവൽ, ഭൂതാൻകെട്ട് ഓണം ഫെസ്റ്റിവൽ, ഉദ്യാന നവീകരണം, ഇഞ്ചത്തൊട്ടി ഡെസ്റ്റിനേഷൻ വികസനം എന്നിവയും ഈ കാലയളവിൽ നടപ്പാക്കും. ഇൻഫോ പാർക്ക് സബ് സെന്റർ, ഹൈടെക് അഗ്രികൾച്ചർ സെന്റർ, സ്കിൽ പാർക്ക് എന്നിവ കോതമംഗലത്ത് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളും ആരംഭിക്കും. വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള സമഗ്ര പാക്കേജിന് രൂപം നൽകും. MLAയുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിടുകയും കോതമംഗലത്തെ ബ്ലൂ സോണായി വികസിപ്പിക്കുന്നതിനുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യും. നെല്ലിക്കുഴി ഫർണിച്ചറിന് അന്താരാഷ്ട്ര ഭൂമിശാസ്ത്ര സൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. തങ്കളം കാക്കനാട് പാതയുടെ അലൈൻമെന്റ് അന്തിമമാക്കും. ഒട്ടേറെ റോഡുകൾ BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതും കർമ്മപരിപാടിയുടെ ഭാഗമാണ്. ബ്ലാവന, മണികണ്ഠൻചാൽ പാലങ്ങളുടെ DPR തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. കോതമംഗലത്തെ രോഗരഹിതമാക്കുന്നതിനായി ഡിസീസ് ഫ്രീ കോതമംഗലം പദ്ധതിക്ക് തുടക്കമിടും. കായികരംഗത്ത് കോതമംഗലത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ സെന്റേഴ്സ് ഓഫ് സ്പോർട്സ് എക്സലൻസ് ക്ലസ്റ്റർ ആരംഭിക്കും. പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അറിയുന്നതിനുള്ള സംവിധാനവും ഒരുക്കും. ചടങ്ങിൽ ഷിബു തെക്കുംപുറം MLA അധ്യക്ഷനായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, വിവിധ UDF നേതാക്കളായ KP ബാബു, ഷമീർ പനക്കൻ, MS എൽദോസ്, AT പൗലോസ്, PAM ബഷീർ, ജോമി തെക്കേക്കര, സൗമ്യ ശശി, PM സക്കറിയ, CK സത്യൻ, ടോമി ജോസഫ്, NC ചെറിയാൻ, മുഹമ്മദ് ഇക്ബാൽ, PC ജോർജ്, ബാബു പോൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങി ഒട്ടേറെ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.